ബിഗ് ബോസ് ലൈവിൽ കിച്ചണിലൊക്കെ അടിയൊക്കെ നടന്ന് അതിന് ഒറ്റയ്ക്ക് ഒരു മൂലയിൽ പോയിരുന്ന കറിയാണ് ഫുഡ് കൊടുക്കുന്ന ഇതിലാണ് അടി നടന്ന് ചോറ് കൊടുത്തപ്പം കറി എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണമെന്ന്. പക്ഷേ അനുമോൾ എല്ലാവർക്കും ചോറ് കൊടുത്ത് അതിൽ കുറച്ച് കറി ഇട്ട്, പക്ഷേ കുറച്ച് കറി അവിടെ ബാക്കി വെച്ച്. അപ്പം സമയം ചോദിച്ചാൽ അതെന്തിനാ എല്ലാവർക്കും ഈക്വലായിട്ട് വളർന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ ഇനി ചോറ് ഇടാൻ വരുന്നവർക്ക് കറി കൊടുക്കേണ്ടേ അതിനാണ്. അപ്പോൾ സമയം പറഞ്ഞ് പയറൊക്കെ ആകുമ്പോൾ അനുമോളെ അത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അപ്പം ആദ്യം പറഞ്ഞു ഞാൻ എന്നാ കൊടുക്കാം നീ മാറിക്കുക, പക്ഷേ അനുണ്ടാക്കിയ അനുവിന് തന്നെ കൊടുക്കണം എന്നാണ് ഉള്ളത്. അപ്പോൾ അനു പറയുന്നത് ആ ചോറ് ഇടാൻ വരുന്നവർക്ക് ഇനി കറി കൊടുക്കണ്ടേ. അതാണ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ അത് ബിഗ് ബോസ് ഹൗസിൽ നടക്കൂലല്ലോ. ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണ്ടേ, പക്ഷേ അത് അനുമോൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ദേഷ്യം പിടിച്ച് സാബുമാൻ പറയുന്നുണ്ട് ഇത് നിൻ്റെ മാത്രം റേഷനല്ല, അത് എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞ് എല്ലാവരും ഓരിയോട് കൊടുത്താളാ ചോറ് പിന്നെ ഓർക്ക് വേണമെങ്കിൽ ഓല് ആ കറി അവിടെ എടുത്ത് വെച്ചിട്ട് ചോറ് വേണമെങ്കിൽ വന്നിട്ടോളും, എല്ലാവർക്കും അറിയില്ലേ കറിഞ്ഞില്ല, അപ്പോൾ ചോറ് വേണമെങ്കിൽ ഓല് അത് അവിടെ എടുത്ത് വെച്ചിട്ട് ഇതാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അനുമോൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ചോറ് ബാക്കി വന്ന ഇവർക്ക് കറി ഉണ്ടാവില്ലല്ലോ എന്ന് അനുമോൾ. അപ്പോൾ അക്ബർ ചോദിച്ചാൽ എങ്ങനെ അനുമോൾ ചോറ് ബാക്കി ഉണ്ടായി, ഇഞ്ചല കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ്റെ അതിൽ വന്നിട്ട് ഞങ്ങൾ ചോറ് ബാക്കിയാക്കിയെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇരട്ടാപ്പ് കളിക്കാൻ അനുമോളെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നമില്ല, അത് അക്ബർ ഒരു വൈരാഗ്യം വെച്ച് പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ചോറാരും കഴിക്കാൻ തുടങ്ങിയില്ല, അതിൻ്റെ മുന്നെയാണ് ഈ പ്രശ്നം നടക്കുന്നത്. അനുമോക്ക് ഒരു ഫുഡ് എന്ത് അനുമോൾ ഉണ്ടാക്കിയാൽ പിന്നെ അത് അനുമോക്കേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് അനുമോൾ. പക്ഷേ അത് അനുമോൾ അതൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി പിന്നെ അനുമോൾ അവിടെ ഒരു മൂലയിൽ പോയിരുന്ന് കരയാണ്.